നമസ്കാരം, ഞാൻ ഡോക്ടർ KG ജയൻ, വൈസ് പ്രസിഡന്റ് ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ്. ഇന്ന് ലോക ക്യാൻസർ ദിനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഫെബ്രുവരി 4 എല്ലാ വർഷവും ക്യാൻസർ ദിനമായി ആചരിക്കപ്പെടുന്നു. ഇന്ന് നമുക്ക് ഈ ക്യാൻസറിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഷിൻഡോ രാജപ്പനാണ് നമ്മുടെ മുന്നിലുള്ളത്. നമസ്കാരം ഡോക്ടർ. ഇന്ന് ഈ ലോക ക്യാൻസർ ദിനത്തിൽ നമ്മുടെ H4Hൻ്റെ അംഗങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ തയ്യാറാക്കുകയാണ്. അതായത് നമുക്കറിയാം, ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഇന്ന് സമൂഹത്തിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന അസുഖമാണ്. അപ്പോൾ ഈ ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് തിരുത്തുന്നതിനും ഈ അസുഖം നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ ബോധവൽക്കരണ വീഡിയോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായി ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ക്യാൻസർ? ഓക്കെ, ക്യാൻസറിനെ കുറിച്ച് സംസാരിച്ച് എല്ലാവർക്കും നമസ്കാരം. ആദ്യം സാറിന് വളരെ നന്ദി, ഇങ്ങനെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന്, ജയൻ സാറിന്. അപ്പം ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട്, എന്താണ് ക്യാൻസർ എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് വേൾഡ് ക്യാൻസർ ഡേനെ കുറിച്ചൊന്ന് പറയണം. ലോക അർബുദ ദിനം ഫെബ്രുവരി 4 നമ്മൾ ലോകമെമ്പാടും വേൾഡ് ക്യാൻസർ ഡേ, ലോക അർബുദ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ട്. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പലരും കരുതുന്നത് ക്യാൻസർ മരണത്തിന് തുല്യമാണ് എന്നാണ് ഇപ്പോഴും ആളുകൾ കരുതുന്നത്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, ആളുടെ ജീവിതം കഴിഞ്ഞു, ആ കുടുംബത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞു, ആ കുടുംബം പിന്നെ സമൂഹത്തിൽ നേരിടുന്ന ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന തെറ്റായ ചില ധാരണകളാണ്. അപ്പം ആദ്യമായിട്ട് അതിന് പിന്നിൽ നമ്മുടെ പല സാഹിത്യ സൃഷ്ടികളും മലയാളത്തിലെ ചലച്ചിത്രങ്ങളും എല്ലാം ചെറിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 80കളിലൊക്കെ പല ദുരന്തമായിട്ടൊക്കെ അവസാനിച്ചിരുന്ന പല സിനിമകളിലും നായകനോ നായികയ്ക്കോ അവസാനിക്കുന്ന ഒരു ക്യാൻസർ കൊടുക്കുക എന്നുള്ളത് തിരക്കഥാകൃത്തുകളും സംവിധായകരും ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം അതിങ്ങനെ മുമ്പോട്ട് പോയി ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ അങ്ങ് അടിഞ്ഞുകൂടി, ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണമാണ്. ശരിക്കും അതാണോ ക്യാൻസർ? നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ അത് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊരു അവബോധം വളർത്തുന്നതിനായിട്ടാണ് ലോകാരോഗ്യ സംഘടന ഇങ്ങനെ വേൾഡ് ക്യാൻസർ ഡേ, ലോക അർബുദ ദിനം ഫെബ്രുവരി 4 ലോകമെമ്പാടുമായിട്ട് ആചരിക്കുന്നു. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒരു വേൾഡ് ക്യാൻസർ ഡേ കൊണ്ടുവരുമ്പോഴത്തേക്കും ഓരോ തീം അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയായിരുന്നു, ഈ പ്രാവശ്യം അത് കണ്ടിന്യൂ ചെയ്യണം ആ തീം. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സയിലെ വിടവുകൾ നികത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലോകത്ത് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ, ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടേറിയ കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന, യാത്രയ്ക്ക് യോഗ്യമല്ലാതെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവാം, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം പല രീതിയിൽ വയസ്സായ ആളുകൾ, ചെറുപ്പക്കാർ, അങ്ങനെ പല പല ശ്രേണിയിലുള്ള ആൾക്കാർക്കാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഈ ചികിത്സയിലെ എല്ലാവർക്കും ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനും തടയുന്നതിനും ചികിത്സയ്ക്കും എല്ലാ ആവശ്യത്തിനും വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരേപോലെ പരിഗണന കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇത് കണ്ടുപിടിക്കുകയും നല്ല രീതിയിൽ ചികിത്സിക്കുകയും എല്ലാവർക്കും തുല്യമായി ഒരേപോലെ അവസരത്തോടെ ചികിത്സയ്ക്കും എല്ലാത്തിനും പ്രിവെൻഷനും എല്ലാത്തിനും സാധ്യത ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് WHO ഈ ഒരു തീം വേൾഡ് ക്യാൻസർ ഡേയുമായിട്ട് അനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, എല്ലാവർക്കും ചികിത്സ ലഭിക്കട്ടെ, ചികിത്സയിലെ വിടവുകൾ നികത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക്, എന്താണ് ക്യാൻസർ? ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ നമ്മുടെ കോശങ്ങൾ പെരുകുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. കോശങ്ങൾ 1 നിന്ന് 2 ആവുന്നു, വിഭജിക്കുന്നുണ്ട് ഒരു താളത്തിൽ. 1 നിന്ന് 2 ആവുന്നു, 2 നിന്ന് 4 ആവുന്നു, 4 നിന്ന് 8, അങ്ങനെ ഒരു താളത്തിലാണ് സാധാരണഗതിയിൽ കോശങ്ങൾ വിഭജിക്കുന്നത്. ക്യാൻസറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട്, ആ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ഈ താളം അങ്ങോട്ട് തെറ്റുകയാണ് ചെയ്യുന്നത്. 1 നിന്ന് 2 ആവുന്നതിന് പകരം 2 നിന്ന് 8 ആവുന്നു, 8 നിന്ന് 10, 8 നിന്ന് 16, 16 അങ്ങനെ ലക്ഷം, 1000, 1000 ലക്ഷങ്ങൾ യാതൊരു ഇല്ലാതെ
കോശങ്ങൾ ഇങ്ങനെ പെരുകി പെരുകി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ക്രമാതീതമായി യാതൊരു നിയന്ത്രണം, ഈ താളം തെറ്റി നിയന്ത്രണമില്ലാതെ പെരുകുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ക്യാൻസറിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ ക്യാൻസർ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ക്യാൻസറുകൾ എന്തൊക്കെയാണ്? സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരിലും സ്ത്രീകളിലും വ്യത്യാസമുണ്ട്. സ്ത്രീകളിലെ കാര്യങ്ങൾ ആദ്യം പറയാം. സ്ത്രീകളിലെ ക്യാൻസർ കൂടുതലായിട്ട് മുമ്പ് ഗർഭാശയങ്ങളെ ക്യാൻസർ ആയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു പിന്നെ രണ്ടാമതായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവസ്ഥ മാറിയിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ആണ് കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസർ. പ്രത്യേകിച്ച് കേരളത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസറായിട്ട് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിലെയും തൊണ്ടയിലെയും ക്യാൻസറാണ് പുരുഷന്മാരിൽ കാണപ്പെടുന്ന ക്യാൻസർ. വായിലും തൊണ്ടയിലും ക്യാൻസറാണ് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ. പിന്നെ ശ്വാസകോശം, ലങ്സിലെ ക്യാൻസർ. അങ്ങനെ സ്ത്രീകളിൽ ബ്രസ്റ്റ് തന്നെയാണ് കൂടുതൽ. പിന്നെ ഗർഭാശയകള ക്യാൻസർ, സെർവിക്കൽ ഗർഭപാത്രത്തിന്റെ അടിഭാഗത്ത് വരുന്ന ക്യാൻസർ, ഗർഭാശയകള ക്യാൻസർ. പിന്നെ തൈറോയ്ഡ് ക്യാൻസർ, അങ്ങനെ പല ക്യാൻസറുണ്ട്. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ ഒറ്റൊരു കാരണത്തിലേക്ക് പോയിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഒരു പ്രധാന ഹോർമോണാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജന്റെ വളരെയധികം കൂടി നിൽക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം സ്ത്രീകളിലെ പീരീഡ്സ് ഉണ്ടല്ലോ, മെൻസ്ട്രുവൽ പീരീഡ്സ് ഉണ്ടല്ലോ, അത് നേരത്തെ തുടങ്ങുന്ന കുട്ടികൾക്ക് നേരത്തെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഈസ്ട്രോജൻ ശരീരത്തിൽ നേരത്തെ തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു. അപ്പം അങ്ങനെയുള്ളവർക്ക് അത്രയും ഈസ്ട്രോജൻ സ്റ്റിമുലേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. വരുമെന്നല്ല പറയുന്നത്, വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ പീരീഡ്സ് നേരത്തെ അവസാനിക്കുന്ന സ്ത്രീകളിൽ, വൈകി അവസാനിക്കുന്ന സ്ത്രീകളിൽ, അപ്പം അത്ര നാള് ഈസ്ട്രോജൻ ശരീരത്തിൽ നിൽക്കും, വൈകി അവസാനിക്കുന്ന സ്ത്രീകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളെക്കാൾ ഗർഭിണി ആവാത്ത സ്ത്രീകളിലാണ്, അതായത് പ്രസവിക്കാത്ത സ്ത്രീകളിലാണ് കുറച്ചും കൂടി വരാൻ സാധ്യത കൂടുതൽ, ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത. അത് ഈ ഹോർമോൺ, ഈ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഈസ്ട്രോജൻ ഹോർമോണിന് മാറ്റം വന്ന് വേറെ പ്രൊജസ്ട്രോൺ, അങ്ങനെ പല ഹോർമോൺസ് വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസമുള്ളത്. ഒറ്റൊരു കാര്യത്തിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈസ്ട്രോജന്റെ കാര്യങ്ങളാണ്. പിന്നെ പല ഘടകങ്ങളുണ്ട്, ജനിതകമായ ഘടകങ്ങളുണ്ട്. പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളിൽ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരുമെന്ന് നിർബന്ധമല്ല, പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് അവഗണിക്കാതിരിക്കുക, ഡോക്ടറെ അടുത്ത് സമീപിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഇതിനൊരു പാരമ്പര്യ ഘടകമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയും വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ ശരീരത്തിന്റെ ഭാരം നല്ല തോതിൽ നിലനിർത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വ്യായാമം, ഭക്ഷണ രീതികൾ, പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ദുശീലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആളുകളുടെ ഇടയിലുള്ള പുകവലി, മദ്യപാനം, ഇതെല്ലാം ഈ ക്യാൻസറിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുട്ടികളിൽ, പെൺകുട്ടികളിൽ ഈ മെൻസസ് നേരത്തെ ആവുന്നത്, അതായത് പണ്ട് കാലത്തെ അപേക്ഷിച്ച് കുറച്ച് നേരത്തെ മെൻസസ് ആവുന്നതിനെ കുറിച്ച് സാറ് സൂചിപ്പിച്ചു. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് അതിനുള്ള എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ, ഹോർമോണൽ വ്യത്യാസങ്ങളാണോ, അതോ ഇപ്പം നമ്മുടെ ഫുഡിൻ്റെ പ്രത്യേകതകളാണോ, വ്യായാമമില്ലായ്മകളാണോ അതിനുള്ള വ്യത്യാസങ്ങൾ വരുന്നത്? ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ തീർച്ചയായും പ്രധാനമായിട്ടുള്ള റോളായിട്ട്. അത് മിക്ക ക്യാൻസറിനും ഒരു കാരണമാവുന്നുണ്ടെന്നുള്ളതാണോ? ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ പലപ്പോഴും ക്യാൻസറുകൾക്ക് കാരണമാകും. ബ്രസ്റ്റ് ക്യാൻസർ നല്ല പൊതുവെ ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പം നമ്മുടെ കോമൺ ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അതെ. ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ക്യാൻസർ കൂടുന്നതിന് ഒരു പങ്ക് ഈ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ തന്നെയാണ് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഭക്ഷണത്തിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ സമീകൃതമായിട്ടുള്ള, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലും പലരും ജോലിക്കൊക്കെ ആവശ്യമായിട്ട് ദൂരനാടുകളിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും ഹോട്ടലുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജങ്ക് ഫുഡും അല്ലാതെ ഈ ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ, പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ അൽഫാം അങ്ങനത്തെ പോലെയുള്ള കരിഞ്ഞ ഭക്ഷണങ്ങളുണ്ടല്ലോ, കരിഞ്ഞ ഭക്ഷണങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കൂടുതൽ ആമാശയത്തിലേക്കൊക്കെ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തുക, പഴങ്ങൾ, പച്ചക്കറികൾ, അതേപോലെ നമ്മൾ കഴിക്കുന്ന എല്ലാം അതിൻ്റെ മിതമായ അളവിൽ, ഒരിക്കലും കൂടുതലും ആവരുത്, ഒരിക്കലും കുറഞ്ഞു പോവുകയും ചെയ്യരുത്.
അതിനകത്ത് നമ്മുടെ ധാന്യങ്ങൾ ഉണ്ടാവണം, ഫൈബർ കണ്ടന്റ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, അതുപോലെ ഫാറ്റും എല്ലാം സമീകൃതം, വെജിറ്റബിൾസും ധാരാളം കഴിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു പോംവഴി. അതെ അതെ, എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പോകുന്ന രീതിയിൽ പോവുക. പിന്നെ വ്യായാമം, രണ്ടാമത് വ്യായാമം എല്ലാവരും നമ്മളിപ്പം എല്ലാവരും ഇരുന്നുള്ള ജോലി വളരെ കൂടുതലാണ്, സെഡൻഡറി ലൈഫ് വളരെ കൂടുതലാണ്. അപ്പം എല്ലാവരും എക്സസൈസിനും അവരുടെ ഒരു മണിക്കൂർ മാറ്റി വെക്കുക എല്ലാ ദിവസവും. അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക എന്നൊക്കെയുള്ളതാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ചിലർക്കുള്ള സംശയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ അജിനമോട്ടോ ഇത് പലപ്പോഴും പല ഫുഡിലും ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് ഒരു ഡയറക്റ്റ് ആയിട്ട് ക്യാൻസറിന് കാരണമാവുന്നതായിട്ട് ഡോക്ടറുടെ ചികിത്സയിലോ അല്ലെങ്കിൽ അതിനുള്ള ഇതിലൊക്കെ വല്ല എന്തെങ്കിലും അതിനകത്തുള്ളൊരു ശരിയായ ഒരു കാര്യമുണ്ടോ എന്നാണ് എനിക്കറിയാനുള്ളത്. അങ്ങനെ സയന്റിഫിക്കലി അത് പ്രൂവൺ അല്ല. അജിനമോട്ടോ എന്ന് പറയുമ്പോൾ ടേസ്റ്റ് എൻഹാൻസർ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കഴിവതും അങ്ങനത്തെ കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതൊരു പ്രൂവൺ മെത്തേഡ്. അതുപോലെ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കുന്നു. അതിനെക്കുറിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിലെ തരംഗങ്ങൾ എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് ആണ്. റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വേറൊരാളുടെ കയ്യിലേക്ക് അത് നമ്മുടെ മെസ്സേജ് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട്, ശബ്ദം ഒക്കെ എത്തിക്കാനുള്ള, വീഡിയോ ഇതൊക്കെ എത്തിക്കാനുള്ള ഒരു തരംഗങ്ങളാണ് അതെല്ലാം, നമ്മുടെ FM റേഡിയോ ഒക്കെ പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള തരംഗങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത് വളരെ കൂടുതലായിരിക്കും. കാരണം അത്രയും ദൂരം അതിനെ യാത്ര ചെയ്യണം. ഈ വേവ് ലെങ്ത് കൂടുമ്പോൾ ഈ തരംഗങ്ങൾ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു പോകും. വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. നമ്മുടെ ഫിസിക്സിലെ ഒരു റൂളാണ്, ബേസിക് ഫിസിക്സ് ആണ്. ശരിക്കും ഫ്രീക്വൻസി കൂടുതലുള്ള റേഡിയേഷനുകളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ശരിക്കും ഫ്രീക്വൻസി കുറവുള്ള റേഡിയേഷൻ ആണ്. അപ്പം മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ, അതായത് ടവറിൽ നിന്ന് വരുന്ന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സമരങ്ങളൊക്കെ നടത്താറുണ്ട് ഇവിടെ. അതൊന്നും ശാസ്ത്രീയമായി ക്യാൻസർ ആകുന്നില്ല. പക്ഷെ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം വേണമെങ്കിൽ കാഴ്ച സംബന്ധമായോ നമ്മുടെ ബിഹേവിയറിൽ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതിലൊന്നും എതിരഭിപ്രായമില്ല. പക്ഷെ ക്യാൻസർ സംബന്ധമായ വ്യൂ പോയിന്റിൽ ഇതുവരെ ശാസ്ത്രീയമായി മൊബൈൽ ഫോൺ കൊണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ജനങ്ങളെ സംശയം ഈ റെഡ് മീറ്റ് കൂടുതൽ കഴിച്ചാൽ, അതുപോലെ തന്നെ നമ്മൾ മൈക്രോവേവ് ഓവനിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് പലരും ഇപ്പോൾ നമ്മൾക്ക് ഭയങ്കര എളുപ്പത്തിന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ഓവൻ. അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ക്യാൻസറിന് കാരണമാകുന്നുണ്ടെന്നുള്ള സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഡോക്ടർ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. ആദ്യം റെഡ് മീറ്റിലെ കാര്യം പറയാം. റെഡ് മീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ്, ഫൈബർ വളരെ വളരെ നാല് പോലെ. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ബീഫ്, മട്ടൺ ഇതിലൊക്കെ വരുന്നതാണ്. വൈറ്റ് മീറ്റ് എന്ന് പറയുമ്പം ചിക്കൻ അങ്ങനത്തെ ഒക്കെയുള്ളതാണ്. റെഡ് മീറ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടിലിറ്റി, അതായത് വയറ്റിലൂടെ അത് കടന്നു പോകുന്നതിൻ്റെ സമയം വളരെ കൂടുതലെടുത്താണ് സമയം. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് നാരുകൾ പോലുള്ള സാധനങ്ങളില്ല, വളരെ കട്ടിയുള്ള മീറ്റല്ലേ. അപ്പം അങ്ങനെ വയറിൽ ഒരുപാട് നേരം എന്താണ് നമ്മുടെ മോട്ടിലിറ്റി കുറയ്ക്കുന്ന, മൂവ്മെന്റ്സ് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുടലിലെ, പ്രത്യേകിച്ച് വൻകുടലിലെ ക്യാൻസറിന് ഉണ്ടാവാൻ സാധ്യത. കോളറക്ടൽ ക്യാൻസറുകളിൽ ഒരു റെഡ് മീറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്, വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. കഴിവതും എപ്പോഴും ഒഴിവാക്കണമെന്ന് ഞാൻ പറയണില്ല. കാരണം നമുക്ക് കേരളത്തിലൊക്കെ ബീഫും ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. വല്ലപ്പോഴുമായിട്ട് ചുരുക്കുക, വല്ല മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് ചുരുക്കുക. പക്ഷെ ആഴ്ചയിൽ കഴിവതും കരിഞ്ഞ് അങ്ങനെ ഉപയോഗിക്കാതെ കറികളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അത് ജനങ്ങൾക്ക് സംശയം. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അത് എത്ര പ്രാവശ്യം ചൂടാക്കിയാലും ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട്. ഇത് നമ്മളിപ്പോ വലിയ കടകളിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് മേടിച്ച് കഴിയുമ്പോൾ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകൾ അത് മിക്കവാറും പല പ്രാവശ്യം ചൂടാക്കിയ എണ്ണയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോ, അതായത് എത്ര നേരം എണ്ണ ചൂടാക്കണം, അല്ലെങ്കിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ചൂടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന് വല്ല യാഥാർത്ഥ്യം? എണ്ണ ഒറ്റ തവണ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം എല്ലാത്തിനും ഒരു പോയിന്റ് ഉണ്ട്. എല്ലാ ഓയിൽസിനും ഒരു വാല്യൂ ഉണ്ട്, ഒരു പോയിന്റ്. അതിൽ കൂടുതൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കാർസിനോജനായിട്ടുള്ള വസ്തുക്കൾ, അതായത് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുക നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. വീണ്ടും ഉപയോഗിക്കുന്നത് ഒറ്റത്തവണ നമുക്ക് ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന എണ്ണ ഒറ്റത്തവണ ഉപയോഗിച്ച് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കും. പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് എണ്ണ പോയല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ ആരോഗ്യമാണല്ലോ അതിനേക്കാളും പ്രധാനം.
ഇപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ ആളുകൾക്കുള്ള സംശയങ്ങൾ ഞാൻ ചോദിച്ചത്. ഇതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഇപ്പം നമ്മളൊരു ക്യാൻസർ വന്നു എന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, ലക്ഷണങ്ങൾ മൊത്തത്തിൽ ക്യാൻസറിനായിട്ടുള്ള ലക്ഷണങ്ങളും ഉണ്ട്, അല്ലാതെ ഓരോ അവയവങ്ങളിൽ ബാധിപ്പിക്കുമ്പോഴുള്ള ലക്ഷണങ്ങളും ഉണ്ട്. പൊതുവെ ക്യാൻസർ വന്ന ആളുകൾക്ക് കാണുന്ന ഒരു ലക്ഷണം വെച്ചാൽ വിശപ്പ് കുറയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. എന്ന് കരുതി വിശപ്പ് കുറഞ്ഞ എല്ലാവർക്കും ക്യാൻസർ എന്നല്ല. അതുപോലെ ശരീരഭാരം നന്നായിട്ട് പെട്ടെന്ന് നല്ല വ്യത്യാസം ഉണ്ടാവാം. ഒരു ഒന്നോ രണ്ടോ കിലോ കുറയൊന്നുമല്ല, പെട്ടെന്ന് ഒരു 4-5 അഞ്ചോ അതിന്റെ മുകളിലേക്കൊക്കെ പെട്ടെന്ന് കുറഞ്ഞ കാലഘട്ടം, ഒരു മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ ക്യാൻസറിന്റെ ഒരു ലക്ഷണമാകാം. എന്ന് കരുതി എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നില്ല. പെട്ടെന്ന് വളരുന്ന മുഴകളാണ് നമുക്ക് ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴ. ദീർഘനാളായിട്ട് നിൽക്കുന്ന മുഴകൾ പലപ്പോഴും ക്യാൻസർ ആവാറില്ല. പക്ഷെ അതിൽ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിശ്ചിത ആകൃതിയുള്ള മുഴകൾ, വട്ടത്തിലൊക്കെ ഇരിക്കുന്ന മുഴകൾ കഴിവതും ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ്. ആകൃതി ഇല്ലായ്മയായിരിക്കും കൂടുതലും ക്യാൻസർ സംബന്ധമായുള്ള മുഴകൾ ഉണ്ടാവുക. പിന്നെ ചിലപ്പോഴും കളറൊക്കെ മാറി വരാം ക്യാൻസറുള്ള മുഴകൾക്ക്. അങ്ങനെ മുഴകൾ ഒരു ലക്ഷണമാണ്. പിന്നെ പനി, ദീർഘനാളായിട്ട് നിൽക്കുന്ന പനികൾ, വിളർച്ച, ഇതൊക്കെ രക്തസംബന്ധമായ ക്യാൻസറിന്റെ ലക്ഷണമാണ്. ഇതാണ് പൊതുവായിട്ടുള്ള ഒരു മുഴകളിൽ തന്നെ ഡോക്ടറെ. ഈ പെട്ടെന്ന് നമുക്ക് വേദന ഉണ്ടാവുന്ന മുഴകൾ, അതായത് ഒരു കുഴപ്പമില്ലാതിരുന്ന മുഴ പെട്ടെന്ന് വേദന ക്യാൻസറിന്റെ മുഴകൾക്ക് ചിലപ്പോൾ വേദന ഇല്ലാതെ തന്നെയും പ്രസന്റ് ചെയ്യും. വേദന ഇല്ലാത്ത മുഴകളാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സംശയിക്കണം. വേദനയുള്ള മുഴകളിൽ ചിലപ്പോൾ നമുക്കൊരു ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംശയിക്കാം. വേദന ഇല്ലാത്ത മുഴകൾ വളരുന്ന മുഴകളാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ക്യാൻസർ ഉണ്ടോ എന്ന് സംശയിക്കണം. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക. ഡോക്ടർ അതിൻ്റെ അകത്ത് പരിശോധനകൾ ചെയ്യും. FNAC, ബയോപ്സി, അങ്ങനെ പോലുള്ള ടെസ്റ്റുകളുണ്ട്. കുത്തിയെടുത്ത് പരിശോധിക്കുക എന്ന് പറയും. ഒന്ന് നീഡിൽ വെച്ച് കുത്തിയെടുക്കും, നമ്മൾ സിറിഞ്ച് നീഡിൽ വെച്ച് കുത്തിയെടുക്കുന്ന FNAC. ബയോപ്സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് പരിശോധിക്കുക. പിന്നെ സ്കാനിങ്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും കുഴപ്പമുള്ള മുഴയാണോ കുഴപ്പമില്ലാത്ത മുഴകളാണോ. പിന്നെ പനിയെ കുറിച്ചാണ് ഡോക്ടർ പനി എങ്ങനെയാണ്? പനികൾ എന്ന് വെച്ചാൽ ദീർഘനാളായിട്ട് പനിയായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ പനി വരുമ്പോൾ നമുക്കൊന്നെങ്കിൽ വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ അങ്ങനെയുള്ള പനികളൊക്കെയാണല്ലോ വരിക. അല്ലാതെ ക്യാൻസർ സംബന്ധമായിട്ടും വേണമെങ്കിൽ പനികൾ ഉണ്ടാവാം. ബ്ലഡ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലൊക്കെ നമുക്ക് പനികൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന്. ഇത് പൊതുവായിട്ടുള്ളൊരു ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് കൂടാതെയുള്ള ഒരു അവയവത്തെ ബാധിക്കുന്ന അനുസരിച്ചുള്ള ലക്ഷണങ്ങൾ, ഇപ്പോൾ വായിലും തൊണ്ടയിലൊക്കെ ക്യാൻസർ വരുവാണെങ്കിൽ, ഇപ്പോൾ തൊണ്ടയിലെ ക്യാൻസർ വരുവാണെങ്കിൽ നമ്മുടെ സൗണ്ടിന് മാറ്റം വരാം, സൗണ്ടിന് ഇടർച്ച പോലെ വരാം, കഴുത്തിൽ മുഴകളായിട്ട്, ഈ പറഞ്ഞ മുഴകൾ പോലെ തന്നെ കഴുത്തിൽ മുഴകളായിട്ട് വരാം, ചിലപ്പോൾ രക്തം ചുമച്ച് തുപ്പുന്ന പോലെയൊക്കെ വരാം. ശ്വാസകോശത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാൻ ശ്വാസം തടസ്സം പോലെ ഉണ്ടാവാം, ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാവാം, ഈ പറഞ്ഞ പോലെ രക്തം ചുമച്ച് തുപ്പുന്ന പോലെ അതിലും വരാം. പിന്നെ ഈ പൊതുവായി പറഞ്ഞ ആ ലക്ഷണങ്ങളെല്ലാം അതിലും ഉണ്ടാവാം. ശരീരം വെയിറ്റ് കുറയുന്നതും അങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം അനുബന്ധിച്ച് രക്തം ശരീരത്തിൽ വരുന്ന കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ആമാശയത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വയറ്റിൽ, ആമാശയം എന്ന് പറഞ്ഞാൽ സ്റ്റൊമക് ആണല്ലോ, സ്റ്റൊമക്കിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വയറിൽ എന്താ ഉള്ള ആസിഡ് ഉണ്ട്, ഗ്യാസ്ട്രിക് ആസിഡ് ഉണ്ട്, അതുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മലത്തിലൂടെ പോകുമ്പോൾ വേണമെങ്കിൽ കറുത്ത കളറിൽ ശ്രദ്ധിക്കണം. പിന്നെ കുടലിലേക്കൊക്കെ വരുവാണെങ്കിൽ, വൻകുടലിലേക്കൊക്കെ വരുവാണെങ്കിൽ ഫ്രഷ് രക്തത്തിന്റെ കളറിൽ തന്നെ പോകും. അപ്പം നമ്മൾ സാധാരണ അങ്ങനെ പോകുമ്പോൾ പല ആളുകളും പൈൽസിന്റെ ലക്ഷണമാണെന്നൊക്കെ കരുതി അങ്ങനെ പൈൽസ് ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ലക്ഷണം അവഗണിക്കാതിരിക്കുക. നമ്മളെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് പൈൽസ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധന നടത്തി കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥി നമ്മുടെ യൂറിത്ര, അതിനെ ചുറ്റും മൂത്രം പോകുന്ന യൂറിത്ര, ബ്ലാഡറി എന്ന് പറഞ്ഞിട്ട് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അപ്പോൾ ഇതിൻ്റെ ഗ്രന്ഥിയിലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂത്രം പോകുന്നതിന് തടസ്സം വരാം. ഒന്ന് അതിൻ്റെ ഒരു ചിത്രം ഉണ്ട്, അത് നമുക്ക് ഇതിൻ്റെ കൂടെ കാണിക്കാം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ. അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾ കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ അത് പിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ട് ആ ഗ്രന്ഥിയിൽ ക്യാൻസർ വരുമ്പോഴോ അതിൽ തടുപ്പ് വരുമ്പോഴോ മൂത്രം പോകാൻ തടസ്സം വരും. പലപ്പോഴും രാത്രി എണീറ്റ് മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോകാത്തൊരവസ്ഥയും. അതുകൊണ്ട് തന്നെ വീണ്ടും ബ്ലാഡർ ഇടയ്ക്കിടയ്ക്ക് ഫില്ലാവുകയും ഇടയ്ക്കിടയ്ക്ക് രാത്രി എണീറ്റ് മൂത്രം ഒഴിക്കാൻ പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാം. പ്രത്യേകിച്ച് പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അത് കുറച്ചും കൂടി പുരുഷന്മാർ പ്രായമാവും തോറും സ്വാഭാവികമായി ഈ ഗ്രന്ഥിക്കൊരു വലിപ്പം വെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ ലക്ഷണം ഉണ്ടാവാം, രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി. അതുകൂടാതെ അത് വേറെ എവിടെയെങ്കിലും ശരീരത്തിലേക്ക് എല്ലിലേക്കൊക്കെ പടർന്നു കഴിഞ്ഞാൽ നടുവുവേദന,
അങ്ങനെ അങ്ങനെ വേദനകളായിട്ടും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചുരുക്കം പറഞ്ഞ വേദനകളൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. വേദന വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പെയിൻ കില്ലർ വാങ്ങി കഴിച്ച് ആ അസുഖം മാറ്റുന്നതിൽ മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അതെ, അതുപോലെ നമുക്ക് വയറിന്റെ എരിച്ചില്, ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഇപ്പോഴും ഗ്യാസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഗ്യാസിന്റെ ഗുളികളൊക്കെ ദീർഘനാളായിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിച്ച് പരിശോധിക്കണം. വേണ്ടി വന്നാൽ ഒരു എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ നമ്മൾ ഒരു ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടുപിടിച്ച് അതിന് അപ്പൊ തന്നെ ചികിത്സ കൊടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. അതെ. അപ്പൊ നമ്മൾ ക്യാൻസർ നമ്മൾ ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് കണ്ടെത്താൻ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ഉണ്ടോ? മാർഗങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും സ്ക്രീനിങ് ക്യാമ്പുകളൊക്കെ വെക്കുന്നത്. സ്ക്രീനിങ് ഇപ്പം സിമ്പിളായിട്ടൊരു ടെസ്റ്റിന്റെ അങ്ങനത്തെ സർവീസിന്റെ ഒരു ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാപ്സ്മിയർ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിരുന്ന ക്യാൻസർ ആയിരുന്നു ഗർഭാശയകള ക്യാൻസർ. ഇപ്പോഴും വലിയൊരു തോതിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ശരിക്കും ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പറഞ്ഞു തന്നെ 8-10 വർഷം മുമ്പ് വരെ വേണേൽ കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു സിമ്പിൾ ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. കാരണം നമ്മളെ കോശങ്ങളിലുള്ള തുടക്കത്തിൽ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളുണ്ട്. സെർവൈക്കൽ ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസ്റ്റി എന്നൊക്കെ പറയും. അതായത് കോശത്തിൻ്റെ ഉള്ളിൽ വരുന്ന വ്യത്യാസം, ഒരു കോശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യത്യാസം. ആ വ്യത്യാസങ്ങളെ പോലും നമുക്ക് ഈ ടെസ്റ്റിലൂടെ നമുക്ക് നേരത്തെ കണ്ടെത്താൻ സാധിക്കും. ഈ ടെസ്റ്റ് നമുക്ക് നമ്മുടെ സാധാരണ PHCകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ആശുപത്രികളിലൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ തീർച്ചയായും പലപ്പോഴും ക്യാമ്പൊക്കെ നടത്തുന്നത് ഇതുപോലെ PHCകളിലൊക്കെ ഒരു മൊബൈൽ വെഹിക്കിളിൽ പോയിട്ട് അതിന് പരിശോധിക്കുന്ന സാധനങ്ങളായിട്ട് ഡോക്ടർമാരും നഴ്സുമാരും അനുബന്ധ സ്റ്റാഫുകളൊക്കെ പോയിട്ട് സ്ത്രീകളുടെ ഉള്ളിലേക്ക് മറ്റേ യോനിയുടെ ഉള്ളിലേക്ക് ഒരു ചെറിയ ഐസ്ക്രീം കഴിക്കുന്ന നമ്മൾ സ്പൂണില്ല അതേപോലെ തടി കൊണ്ടുള്ള സ്പൂൺ, അതിൻ്റെ ചിത്രമുണ്ട്. അത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് ഒട്ടും വേദന ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് അതിനൊക്കെ കറക്കി ഒന്ന് എടുത്ത് അതൊരു സ്ലൈഡിലേക്ക്, ഒരു ഗ്ലാസ് സ്ലൈഡിലേക്ക് മാറ്റി മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. പക്ഷെ ഇത്രയും നാൾ മുമ്പ് വരെയുള്ള ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള അത്രയും പവർഫുൾ ആണ് ആ ടെസ്റ്റ്. അതുപോലെ എല്ലാവരും ഇപ്പം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ല, ആനുവലി എല്ലാ വർഷവും എല്ലാവരും ഒരു ഫിക്സഡ് ഒരു മാസം ശരിക്കും പറഞ്ഞാൽ സ്വന്തം ആരോഗ്യം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും ഒരു വർഷമൊക്കെ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഉണ്ടാവില്ല. അതുപോലെ എല്ലാ വർഷവും ജനുവരി എല്ലാവരും മാറ്റി വെക്കുക. ഒരു സ്വയം ഒരു ബ്ലഡ് കോമൺ ആയിട്ടുള്ള കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അപ്പോൾ കുറച്ച് മുതിർന്ന പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ PSA എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ വെറുതെ ഒരു അൾട്രാസൗണ്ട് സ്കാനൊക്കെ വയറിൻ്റെ വേണമെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഉദര സംബന്ധമായ എന്തെങ്കിലും അങ്ങനെ ഒരു സ്ക്രീനിങ് പർപ്പസിൽ കുറച്ച് ടെസ്റ്റ്. ഇത്തരം ടെസ്റ്റുകൾ നമുക്കൊരു പ്രായമുണ്ടോ? അതായത് ഇപ്പം നമ്മൾ സാധാരണ ക്യാൻസറുകൾ എന്ന് പറയുന്നത് പ്രായമായ ആളുകൾക്കാണ് വരുന്നത് പറയുന്നത്. അപ്പം നമ്മൾ ഏതൊരു ഏജിന് മുകളിൽ വരുമ്പോഴാണ് നമുക്ക് ആ ടെസ്റ്റുകളിൽ വിധേയരാവേണ്ടത്? സ്ക്രീനിങ് ടെസ്റ്റിന് ചില ടെസ്റ്റുകൾക്ക് പ്രായം പറയാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു PSA ഒക്കെ അതെ പുരുഷന്മാരിൽ അതൊക്കെ കുറച്ചും കൂടി ഒരു 45 അല്ലെങ്കിൽ 50 കഴിഞ്ഞ പുരുഷന്മാരാണ് ചെയ്യേണ്ടത്. അതൊരു 50 കഴിഞ്ഞ പുരുഷന്മാരായിരിക്കും ചെയ്യേണ്ടത്. മാമോഗ്രാഫി പോലെ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഉണ്ടോയെന്ന് അറിയാൻ പറ്റുന്ന എക്സ്റേ എടുക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ചിത്രമുണ്ട്, അതും നമുക്ക് കാണിക്കാം അതിൻ്റെ കൂട്ടത്തിൽ. ആ ടെസ്റ്റുകളൊക്കെ നമുക്കൊരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ചെയ്താലാണ് കൂടുതൽ അത് മനസ്സിലാവുക. അപ്പോൾ 40 വയസ്സിന് മുമ്പുള്ള സ്ത്രീകൾക്ക് അൾട്രാസൗണ്ട് സ്കാനൊക്കെ പോലുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാം. അവരുടെ ബ്രസ്റ്റിന്റെ ഒരു ഘടന വെച്ചിട്ട് മാമോഗ്രാം 40 വയസ്സിന് കഴിഞ്ഞ സ്ത്രീകൾ ചെയ്താണ് കൂടുതലും ഫലപ്രദമായി കണ്ടെത്താൻ. അതെ. പിന്നെ ഈ പാപ്സ്മിയർ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ ശരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഇവർക്കൊക്കെ ഒരു 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷാവർഷമോ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ക്യാമ്പുകളൊക്കെ സ്ക്രീനിങ് ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ അതിൽ പങ്കെടുത്താൽ തന്നെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരുന്നൊരു ടെസ്റ്റുകളിലൊന്നാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസറും മുലയൂട്ടലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ലാക്ടേഷൻ ശരിക്കും നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈസ്ട്രോജൻ്റെ ഒരു ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞത്. അതുപോലെ നമ്മൾ ലാക്ടേഷൻ സമയത്ത് നമുക്ക് ഹോർമോണൽ ഈസ്ട്രോജൻ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്, വേറെ ഹോർമോണുകൾ അവിടെ വരുന്നത്. അപ്പോൾ മുലയൂട്ടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. മുലയൂട്ടുന്ന സ്ത്രീകളിലും മുലയൂട്ടാത്ത സ്ത്രീകളിലും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സാധ്യത മുലയൂട്ടാത്ത സ്ത്രീകളിലാണ് സ്തനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത. അപ്പോൾ ഫാമിലിയിൽ നമ്മൾ കാണുന്ന കുറേ ക്യാൻസറുകളുണ്ട്, ഫാമിലിയലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ക്യാൻസറുകൾ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് വന്നു, അപ്പോൾ നമ്മൾ മുൻകൂട്ടി മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഉണ്ട്. നമ്മൾ അതായത് ഇപ്പം ഫാമിലിയിലായിട്ട് ഒരു ക്യാൻസർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ അതിൽ തുടങ്ങാം. പിന്നെ ഞാൻ വൻകുടലിലെ ക്യാൻസറും കൂടി പറയാം, കോളറക്ടൽ ക്യാൻസറും കൂടി പറയാം.
ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പല ഘടകങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. അതിലൊന്ന് കുടുംബത്തിൽ ജനിതകമായി നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബ്രസ്റ്റും ഓവേറിയൻ ക്യാൻസറൊക്കെ ലിങ്ക്ഡ് ആയിട്ടുള്ള പല സിൻഡ്രോംസ് അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ സ്വയം സ്തന പരിശോധന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിനൊരു 5 ഘട്ടങ്ങളുണ്ട്. 5 ഘട്ടങ്ങളുടെ ഒരു ചിത്രം ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒന്ന് സ്വയം നിരീക്ഷിക്കുക, ബ്രസ്റ്റ് നിരീക്ഷിക്കുക. ഒരു മുറിയിൽ കയറി അടച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്വയം നോക്കുക. സ്വയം നോക്കുമ്പോൾ ഇതിനെ തിരഞ്ഞെടുക്കേണ്ട സമയം ശരിക്കും പീരീഡ്സ് കഴിഞ്ഞ് ഒരു 7 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യത്തെ ഒരു 7 ദിവസങ്ങളിൽ പീരീഡ്സിൻ്റെ ഒരു ഹോർമോൺ സംബന്ധമായ വ്യത്യാസങ്ങൾ ബ്രസ്റ്റിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം, തൊട്ട് നോക്കുമ്പോൾ വേദനയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും അത് നല്ലത്. കുളിക്കുമ്പോൾ അല്ല ഇങ്ങനെ മുറിയിൽ കയറിയിട്ട് ഒരു കണ്ണാടിയുടെ മുമ്പിൽ ആദ്യം നിൽക്കുക, ഒന്ന് കണ്ണാടിയുടെ മുമ്പിലേക്ക് നേരെ നോക്കുക, ബ്രസ്റ്റ് നോക്കുക. എന്തെങ്കിലും രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുക. ഒന്നിൻ്റെ എന്തെങ്കിലും മുഴകൾ കാണുന്നുണ്ടോ, എന്തെങ്കിലും നിറവ്യത്യാസമുണ്ടോ, തൊലിപ്പുറത്ത് എന്തെങ്കിലും കുത്തു പോലെ ഓറഞ്ചിൻ്റെ തൊലി പോലെ എന്തെങ്കിലും കുത്തു പോലെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിപ്പിൾ ഒന്ന് ഉള്ളിലേക്ക് ഉൾവലിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രകടമായി കാണുന്നുണ്ടോ. നമ്മുടെ ഇവിടുത്തെ എല്ലിൻ്റെ മുകളിൽ ഇതിൻ്റെ ഏരിയ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും മുഴകൾ വരുന്നുണ്ടോ എന്നൊക്കെ. കക്ഷത്തിൽ എന്തെങ്കിലും മുഴകൾ, കൈ ഉയർത്തി രണ്ടാമത് നോക്കാം, കക്ഷത്തിലേക്ക് എന്തെങ്കിലും മുഴകൾ വരുന്നുണ്ടോ. കൈ ഉയർത്തുമ്പം ബ്രസ്റ്റിൻ്റെ എന്തെങ്കിലും നേരത്തെ കാണാത്ത എന്തെങ്കിലും മുഴകൾ കൂടുതലായിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ 3ാമത്തെ സ്റ്റേജിൽ നമ്മൾ കടന്നിട്ട് നോക്കുക. കടന്നിട്ട് കൈയുടെ പരന്ന വശം വെച്ചിട്ട് ഇതൊരു ബ്രസ്റ്റ് ഒരു ക്ലോക്ക് ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 12 മണി, 3 മണി, 6 മണി, 9 മണി ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ 12 മണിയിൽ നിന്ന് തുടങ്ങി 3 മണിയിൽ നിന്ന് 6 മണി, 9 മണി, വീണ്ടും 12 മണിയിൽ അവസാനിക്കുന്ന രീതിയിൽ ബ്രസ്റ്റ് തൊട്ട് ഈ പരന്ന വശം വെച്ച് കൈയുടെ അറ്റം വെച്ചല്ല, കൈയുടെ പരന്ന വശം വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ ചുറ്റി നോക്കി നമുക്ക് കുറേയൊക്കെ കണ്ടെത്താൻ സാധിക്കും. അതും വേണം നമുക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ നിപ്പിളിൽ നിന്നോ ഇവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ്, എന്തെങ്കിലും വെള്ളം പോലെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് തന്നെ നമ്മൾ കൈ പൊക്കിയിട്ടും കക്ഷത്തിലോ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇങ്ങനെ 5 ഘട്ടങ്ങളുണ്ട് ഈ ബ്രസ്റ്റ് എക്സാമിനേഷനിൽ. അപ്പോൾ അത് നിങ്ങൾ ആ ചിത്രങ്ങൾ കാണുക. അത് കണ്ട് എല്ലാ സ്ത്രീകളും ഈ പീരീഡ്സ് 7 കഴിഞ്ഞ് എല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബത്തിൽ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുള്ള സ്ത്രീകളിൽ അത് കൂടുതൽ പ്രാധാന്യം നൽകി സ്വയം നിരീക്ഷിക്കാന്നുള്ളതാണ്. അതെ, അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും മുഴകൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് ഔട്ട്കമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തിയിൽ നേരത്തെ കണ്ടെത്തുന്ന ക്യാൻസറുകൾ വളരെയധികം നല്ല റിസൾട്ടുകളാണ് നമുക്ക് ഇപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചികിത്സ വെച്ചിട്ട്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ വൻകുടലിലെ ക്യാൻസർ ഞാൻ പറഞ്ഞു, അതിനും ഇതുപോലെ പാരമ്പര്യമായിട്ടൊരു ഘടനയുണ്ട്. അത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ്. അപ്പം ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വൻകുടലിലോ അല്ലെങ്കിൽ മലാശയത്തിലോ ക്യാൻസർ ഉണ്ടെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണുക. മെഡിക്കൽ ഗ്യാസ്ട്രോ ഡോക്ടറെ അല്ലെങ്കിൽ സർജിക്കൽ ഗ്യാസ്ട്രോ ഡോക്ടറെ കാണുക. എന്നിട്ട് അവർ പരിശോധനകൾ നിങ്ങളോട് പറയും, ബ്ലഡ് സംബന്ധമായിട്ടുള്ള സ്കാനിങ് ആയിട്ടുള്ള പരിശോധനകൾ. അത് കൂടാതെ ചിലപ്പോൾ അവർ കോളനോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകളും കൂടി ചെയ്ത് നോക്കാം. ഇങ്ങനെ സംശയകരമായിട്ടുള്ള എന്തെങ്കിലും മുഴകളോ പോളിപ്പ്, കുമിള പോലെയുള്ള മുഴകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കോളനോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് പരിശോധനയ്ക്കെടുത്ത് അയക്കുകയൊക്കെ ചെയ്യും. അത് കൃത്യമായി ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ, നേരത്തെ കണ്ടെത്താൻ, ഇങ്ങനെ പാരമ്പര്യമായി സാധ്യതയുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏതൊരു അസുഖത്തിനും നമുക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സ തുടങ്ങിയാലാണല്ലോ നമുക്കത് മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത് ഈ അസുഖം തന്നെ, അതായത് ഇപ്പോൾ ക്യാൻസർ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ, അത് വരാതിരിക്കാൻ സാധിക്കും എങ്കിൽ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്യാൻസർ വരുന്നത് ചിലതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ജീവിതശൈലിയിൽ നമുക്ക് വരുത്താവുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഭക്ഷണ രീതിയിൽ, നമ്മുടെ വ്യായാമത്തിൽ, നമ്മുടെ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ദുശീലങ്ങളാണ് നമുക്ക് സാധാരണ ഈ ക്യാൻസറിലേക്ക് നയിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പുകവലി വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദുശീലമാണ് ക്യാൻസർ. കാരണം പുകവലിയിൽ തന്നെ നമുക്കറിയാം എത്രയോ 5000-ന് മുകളിലാണ് കാർസിനോജൻസ്, ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. പുകവലി ഒഴിവാക്കി തന്നെ ഒഴിവാകുന്ന ക്യാൻസറുകൾ ഒരുപാടുണ്ട്. പുകവലിക്കുന്നവർ മാത്രമല്ല, അവരുടെ കൂടെയുള്ളവർക്കും കൂടി ക്യാൻസർ കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞൊരു അവസ്ഥയും കൂടിയുണ്ട്. പല സ്ത്രീകളിലും, പലപ്പോഴും പുകവലിക്കാത്ത സ്ത്രീകൾ പോലും ചിലപ്പോൾ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ ആരെങ്കിലും പുകവലിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ക്യാൻസറുകൾ വരാറുണ്ട്. കുട്ടികളിൽ വരാറുണ്ട്. അച്ഛൻ്റെ പുകവലി കാരണം അല്ലെങ്കിൽ അമ്മയുടെ പുകവലി കാരണം കുട്ടികളിൽ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാവാം. അപ്പം പുകവലി വളരെ പ്രധാനപ്പെട്ട ഒരു ദുശീലമാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. മദ്യപാനം അതുപോലെ ആമാശയത്തിലും മറ്റുള്ള ക്യാൻസറുകളിലേക്കൊക്കെ അതിന് കാരണമാവാറുണ്ട്.
അങ്ങനെ ഇത് മാത്രമല്ല, പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നമുക്ക് ചില ഇൻഫെക്ഷൻസ് ക്യാൻസർ ഉണ്ടാവാറുണ്ട്, വളരെ റെയറായിട്ടാണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ HPV എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് അതുകൊണ്ട് വാക്സിൻ കൊടുത്ത് തടയാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി കുറേ ദീർഘനാൾ നീണ്ടു കഴിഞ്ഞാൽ അതെ ലിവറിലെ ക്യാൻസർ ആയിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അതെ, വാക്സിൻ എടുത്ത് തടയാവുന്ന ഒരു ക്യാൻസർ ആണ് നമുക്ക് ഹെപ്പറ്റോസെല്ലാർ ക്യാൻസർ, ഹെപ്പറ്റൈറ്റിസ് ബി കാരണം വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഗർഭാശയകള ക്യാൻസറിൽ വരുന്ന ഒരു പ്രധാന വൈറസാണ് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും. അത് നമ്മളുടെ ഫലപ്രദമായ വാക്സിൻ അവൈലബിൾ ആണ്. അതായത് ഇപ്പം സ്ത്രീകളിൽ മാത്രമല്ല, പുരുഷന്മാർ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിനും HPVക്ക് റോളുണ്ട്. ഇപ്പം ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്, അതായത് നമ്മുടെ കഴുത്തിലും തൊണ്ടയിലും വരുന്ന ക്യാൻസറിൽ. അപ്പം ഈ വാക്സിൻ നമ്മുടെ നാട്ടിൽ ഇപ്പം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. വാക്സിൻ എടുക്കാം. പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് എപ്പോഴും നല്ലത്. ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളിലൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അനുയോജ്യമായിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഭക്ഷണം, വ്യായാമം, വാക്സിൻ എടുക്കേണ്ടത് എടുക്കുക, അങ്ങനെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങൾ, ഇത്രയൊക്കെയാണ് നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്തുക എന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്ത് കൂട്ടി അനുബന്ധമായി നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒട്ടും പേടിക്കേണ്ട ഒരു അസുഖമല്ല എന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. അതെ. ക്യാൻസർ നമ്മുടെ എല്ലാ കാലത്തും ഇന്ത്യയിൽ എപ്പോഴും ഒരു 30 ലക്ഷം ക്യാൻസർ രോഗികൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിൽ ഓരോ വർഷം കണ്ടുപിടിക്കുന്ന ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്തുള്ള ആളുകളാണ് പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നത്. ഒരു വർഷം ഉണ്ടാകുന്ന ഏകദേശം മരണം എന്ന് പറയുന്നത് 7 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയ്ക്കാണ്. അതായത് 30 ലക്ഷം പേരിൽ 7 ലക്ഷം തൊട്ട് 8 ലക്ഷം പേര് ഒരു വർഷം മരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ അത്ര മാരകമായ ഒരു അസുഖം കൊണ്ടല്ല ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. പലരും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അവഗണിച്ച്, അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വരുത്താവുന്ന ഈ മാറ്റങ്ങളൊക്കെ അവഗണിച്ച് മുമ്പോട്ട് പോയിട്ട് അത് ക്യാൻസറായി കണ്ട് അത് വളരെ വൈകി തിരിച്ചറിഞ്ഞ് പിന്നെ നമുക്ക് ശരീരത്തിൽ തന്നെ പല ഭാഗത്തേക്കൊക്കെ ഇത് പടർന്നു കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും പലപ്പോഴും ഇത് കണ്ടെത്തുന്നത്. ശരിയായ സമയത്ത് ശരിയായ ചികിത്സ ലഭിക്കാത്തത് മൂലമാണ് അതെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്യാൻസർ കാരണം ഇത്രയും ഒരു മരണനിരക്ക് വരുന്നത്. അപ്പം നേരത്തെ കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ അതൊരു വലിയ കാരണമാണ്. പിന്നെ ഇപ്പോൾ ചികിത്സയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. കീമോതെറാപ്പി അത് വരുന്നുണ്ട് ക്യാൻസർ ചികിത്സയിൽ. അതുപോലെ തന്നെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മാറ്റങ്ങൾ ഈ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റേജ് 4 ആയാൽ കൂടി തന്നെ നമുക്ക് രോഗിയുടെ ഒരുപാട് ജീവിത സർവൈവൽ പീരീഡ്, അതായത് ജീവിക്കുന്ന കാലഘട്ടം ഒരുപാട് മെച്ചപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും, നീട്ടി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ക്വാളിറ്റി ഒരുപാട് മെച്ചപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും സ്റ്റേജ് 4. അപ്പോൾ ഈ കീമോതെറാപ്പിയെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് കുറെ തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഇത് കീമോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ, അങ്ങനെ പിന്നെ ഛർദി, അങ്ങനെ ഒരുപാട് റേഡിയേഷൻ അതിലൊക്കെ വെച്ച്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് തയ്യാറാവാത്ത ഒരുപാട് രോഗികളുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് അഡ്വൈസാണ് ഡോക്ടർ കൊടുക്കുന്നത്? ക്യാൻസറിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, പിന്നെ പുതിയതായിട്ട് വരുന്ന ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മേഖലകളാണുള്ളത്. സർജറി എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ ചെയ്തൊരു മുഴയോ അങ്ങനത്തെ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കോശത്തിൽ നിന്ന് എടുത്തത് മാറ്റുന്നു എന്നുള്ളത്. കീമോതെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ ചെയ്യുന്ന പോലുള്ള മരുന്നുകൾ തന്നെയാണ്. അത് ഒന്നെങ്കിൽ നമ്മൾ സാധാരണ എന്താ പറയുക ഡ്രിപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഗുളിക രൂപത്തിലുള്ളതുണ്ട് ചിലത്. അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകളുണ്ട്. ഇത് നമ്മുടെ ഈ അമിതമായി പെരുകുന്ന കോശങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ മരുന്നുകൾ പോയിട്ട് അവരെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ക്യാൻസറിൽ കീമോതെറാപ്പി എടുക്കുന്ന ചില ആളുകളിൽ മുടി കൊഴിച്ചിലുണ്ടാവാം. പക്ഷേ ഈ മുടി കൊഴിച്ചിലൊക്കെ താൽക്കാലികമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ്. ഈ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് നമ്മൾ ആ കീമോതെറാപ്പിയുടെ പീരീഡ് കഴിയുമ്പോൾ പോയ പോലെ തന്നെ ഈ മുടി തിരിച്ചു വരും. അതുപോലെ റേഡിയേഷൻ വേറൊരു ചികിത്സയാണ്. റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ പോലെയുള്ള ഒരു മെഷീനിൽ നിന്ന് കുറച്ച് ഹൈ എനർജി ആയിട്ടുള്ള ഒരു എക്സ്റേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റേസ് ഉപയോഗിച്ച്, ഗാമ റേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റേഡിയേഷൻ ചെയ്യാതെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നുള്ളത്. പലരും അതിനെ കരിക്കുക എന്നൊക്കെ പറഞ്ഞ നാടൻ ടൈമിൽ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, താൽക്കാലികമാണ്. നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റും. അതെ. എക്സ്റേ എടുക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എക്സ്റേ എടുക്കുന്ന നമ്മുടെ ശരീരത്തിൽ തൊടുന്ന പോലും നമ്മൾ അറിയുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ റേഡിയേഷൻ ചികിത്സ. നമ്മുടെ ശരീരത്തിൽ തൊടുന്ന ആ റേസ്, ആ രശ്മികൾ തൊടുന്ന നമ്മൾ അറിയില്ല. പിന്നെ റേഡിയേഷൻ എടുക്കുന്ന മുമ്പോട്ട് പോകുന്തോറും കോശങ്ങളിൽ മറ്റേ കളറിലൊക്കെ ചെറിയ വ്യത്യാസം, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അല്ലാതെ അതൊരു പൊള്ളിക്കൽ അങ്ങനെയൊക്കെ ചില ആളുകൾ കരിച്ച് ക്യാൻസർ കളയുന്ന അതൊക്കെ തെറ്റായ ടേംസ് ആണ്. അങ്ങനെ ഒരു അല്ല റേഡിയേഷൻ. പിന്നെ
ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണോതെറാപ്പി. അത് ഇപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ രോഗത്തെയൊക്കെ വൈറസിനെ ബാക്ടീരിയനെയൊക്കെ പ്രതിരോധിക്കുന്ന കോശങ്ങളുണ്ട്, ടി സെൽ, ബി സെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ കോശങ്ങളെ ഉപയോഗിച്ച് തന്നെ, ടി സെൽസിനൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ക്യാൻസർ കോശങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്യുക, ക്യാൻസർ കോശങ്ങളെ ആക്രമിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന്. ഇനി ക്യാൻസർ മേഖലയിൽ വിപ്ലവകരമായി വരാൻ പോകുന്ന പല മാറ്റങ്ങളും ഇമ്മ്യൂണോതെറാപ്പി ബേസ്ഡ് ആണെന്നാണ് പ്രവചനം. ഇപ്പോൾ നമ്മുടെ കൈപ്പിടിയിൽ ഇല്ലാത്ത പല ക്യാൻസറുകൾ കൂടി ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ കൂടുതൽ റിസർച്ച് ഈ മേഖലയിൽ വരുന്നതോടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നാണ്. അങ്ങനെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് ട്രീറ്റബിൾ ആയിട്ടൊരു അസുഖമായി കാലക്രമേണ മാറാൻ സാധ്യതയുള്ള ഒരു അസുഖമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ രോഗം ഒട്ടും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ടോക്കിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ഈ രോഗത്തെ ആദ്യമേ തന്നെ കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ ലഭ്യമാക്കുന്നതിലൂടെ നമുക്ക് ഈ രോഗത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ക്യാൻസർ ദിന സന്ദേശമായി നൽകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ക്യാൻസറിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളിൽ നിന്ന് നീങ്ങിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ശരിയായ ധാരണകൾ നിങ്ങളിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ, നന്ദി, നമസ്കാരം. താങ്ക് യു സർ.